തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ബസ് ജീവനക്കാരുമായി തലശ്ശേരി ASP നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിലെ ജഗന്നാഥ് ബസ് കണ്ടക്ടറെ മർദ്ദിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ് കണ്ടക്ടറെ ആക്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ബസ് ജീവനക്കാർ തലശ്ശേരി റൂട്ടിൽ നടത്തിവന്ന ബസ് സമരമാണ് പിൻവലിച്ചത്. ബസ് ഉടമസ്ഥ സംഘം ഭാരവാഹികൾ, തൊഴിലാളി സംഘടനാ നേതാക്കൾ എന്നിവരുമായി തലശ്ശേരി ASP PB കിരൺ നടത്തിയ അനുരഞ്ജന ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ ധാരണയായത്. കേസിൽ അകപ്പെട്ട പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടാനും തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അതാത് സമയം പരിഹാരം കണ്ടെത്താനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും യോഗത്തിൽ തീരുമാനമായി. അപ്പോൾ ചർച്ചയിൽ ACP പറഞ്ഞിട്ടുള്ളത് ഈ വിഷ്ണുവിനെ അടിച്ച ക്രിമിനലുകൾക്കെതിരെ 9ഓളം ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. 9 ആളിൽ 2 ആളെയാണ് അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാത്ത വകുപ്പാണ്. 7ഓളം വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്യാനുള്ള ക്രിമിനലുകളാണ്. ജില്ലയ്ക്ക് പുറത്ത് പല സ്ഥലങ്ങളിലാണ് ഒളിത്താവളത്തിലാണ് ഉള്ളത്. അവരെല്ലാം പിടിക്കാനുള്ള സംവിധാനം ഒരുക്കി വലവിച്ച് അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും നിങ്ങൾ ഈ പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ ബസ് തുടർന്ന് ഈ പണിമുടക്ക് നാളെ മുതൽ ബസ് ഓടിക്കാനും പണിമുടക്ക് പിൻവലിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയന് അതും തൊഴിലാളികൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ബസ്സുകൾ ഓടിക്കാനുള്ള സംവിധാന ഉടമകളും പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളി സംഘടനകളും അതിനനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഞങ്ങൾ വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ വിഷ്ണുവിനെ അടിച്ച കുറ്റക്കാർക്കെതിരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഏതറ്റം വരെ പോകുന്നതിനും ട്രേഡ് യൂണിയൻ്റെയും ബസ് ഉടമകളും എല്ലാവരുടെയും സഹായം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറ്റാവുന്ന എല്ലാ അവരെ സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും കാപ്പ വരെ ചുമത്തുന്ന രീതിയിലുള്ള വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. കണ്ടക്ടറെ ക്രൂരമായി ആക്രമിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച മുതലാണ് ആദ്യം തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിലും പിന്നീട് അനുബന്ധ റൂട്ടുകളിലും തൊഴിലാളികൾ പണിമുടക്കിയിരുന്നത്. ഏറ്റവും ഒടുവിലായി സമരം തലശ്ശേരി റൂട്ടിലും വ്യാപിച്ചു. ഇതിനിടെ കേസിൽ കുറ്റാരോപിതരായ 2 പേരെ കഴിഞ്ഞ ദിവസം ചൊക്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായ നടുവണ്ണൂരിലെ PP വിനീഷ്, വളയം വാണിമേലിലെ സൂരജ് എന്നിവർ റിമാൻഡിലാണ്. എന്നാൽ കേസിലെ മുഖ്യപ്രതികളെ പിടികൂടുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിൽ ഒരു വിഭാഗം തൊഴിലാളികൾ ഉറച്ചുനിന്നതിനാൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടും ബസ് സമരം തുടരുകയായിരുന്നു. ഇൻസ്പെക്ടർമാരായ ബിജു പ്രകാശ്, KV മഹേഷ്, 2 സ്റ്റേഷനുകളിലെയും മറ്റു ഉദ്യോഗസ്ഥർ, CATU BMS യൂണിയൻ നേതാക്കൾ, ബസ് ഉടമസ്ഥ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.